ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു തലമുറ മാറ്റത്തിന് CPM തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു തലമുറ മാറ്റം എന്ന് പറയുന്നത് യുവത്വം 92-ൽ പുതിയ ഒരു തലമുറ, അന്ന് സീതാറാം യെച്ചൂരി അടക്കമുള്ള ആൾക്കാർ, പ്രകാശ് കാരാട്ട് അടക്കമുള്ള ആൾക്കാർ പിവിയിലേക്ക് വന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു തലമുറ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലയാളി കൂടിയായിട്ടുള്ള, ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിസാൻ നേതാവ് കൂടിയായിട്ടുള്ള വിജു കൃഷ്ണൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാമതായി എത്തിയിട്ടുള്ളത് അരുൺകുമാർ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്, ഡൽഹി സെൻറ്ററായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം ഡൽഹി സെൻറ്ററിൽ നിന്നാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് CITUവിൻ്റെ ദേശീയ അധ്യക്ഷ ഡോക്ടർ കെ ഹേമലതയുടെ മകനാണ് അരുൺകുമാർ. ഹേമലത പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെ ആ സൂചന ഉണ്ടായിരുന്നു. എന്നാൽ അമ്മയും മകനും ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോയിൽ എത്തില്ല എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ കൂടിയാണ്. മാത്രമല്ല CITUവിൽ നിന്ന് മറ്റ് നേതാക്കന്മാർ ഈ പോളിറ്റ് ബ്യൂറോയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ കെ ഹേമലതയെ ഒഴിവാക്കിയത്. ഒപ്പം തന്നെ വനിതകളിൽ യു വാസുകി തമിഴ്നാട്ടിലെ വിപ്ലവ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന നേതാവാണ്. അവർ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. മറിയം ദാവളെ 80കളുടെ കാലഘട്ടത്തിൽ ഒരു കോളേജുകളിലെയും ക്യാമ്പസുകളിലെയും ദേശീയ അടിസ്ഥാനത്തിൽ ഒരു വിപ്ലവ സിംഹമായി തീപ്പൊരി നേതാവായി നിന്ന മറിയം ദാവളയുണ്ട്. ബംഗാളിൽ നിന്ന് ശ്രീദീപ് ഭട്ടാചാര്യ, നമ്മൾ പുലർച്ചെ 6 മണിക്ക് ഈ പേരുകൾ നൽകിയതാണ്. ശ്രീദീപ് ഭട്ടാചാര്യ ബംഗാളിൽ നിന്ന് അവിടുത്തെ പാർട്ടി നേതാവ്. ഒപ്പം തന്നെ രാജസ്ഥാനിൽ നിന്നുള്ള MP അമ്രാ റാം, അദ്ദേഹം അല്പസമയം മുമ്പ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു താൻ CCയിൽ എത്തിയിട്ടുണ്ട്, PBയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല എന്നുള്ള രീതിയിൽ തമാശ രൂപേണ പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോവുകയായിരുന്നു. ത്രിപുരയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജിതേന്ദ്ര ചൗധരി, ഇദ്ദേഹവും PBയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ 2 പേർക്ക് ഇളവ് ലഭിച്ചിരിക്കുന്നു. തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അവസരമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും എന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. എന്നാൽ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റ് എന്ന പരിഗണനയിൽ PK ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി, അദ്ദേഹം അവിടുത്തെ MP ആണ്. ആ പ്രദേശത്ത് ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മികച്ച രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഉണ്ടായ ഒരു അസാധാരണ സംഭവമാണ്. ഇപ്പോൾ സ്റ്റെഫിൻ നമ്മളൊപ്പം. സ്റ്റെഫിൻ, നമ്മൾ പാലക്കാടായാലും മലപ്പുറമായാലും ആ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ തന്നെ വെട്ടിനിർത്തലും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിച്ചെത്തുകയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു തവണ പോലും, അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിൽ ഒരു തവണ പോലും ഇത്തരം നീക്കം ഉണ്ടായിട്ടില്ല. എന്താണ് ഇന്ന് അകത്ത് സംഭവിച്ചത്? തീർച്ചയായിട്ടും അസാധാരണമായ ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇന്ന് നടന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. അതോടൊപ്പം തന്നെ ആ വോട്ടെടുപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. പ്രത്യേകിച്ചും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിൽ ആ സംസ്ഥാന കമ്മിറ്റിയിൽ അതൃപ്തി പരസ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത്. ഒപ്പം അത് അകത്ത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ മത്സരിച്ച വ്യക്തി തന്നെ പുറത്തു വന്ന ആ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. DL കരാട്, അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഏറ്റവും സമുന്നതനായിട്ടൊരു നേതാവാണ്. ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം മത്സരിച്ച് MLA ആയിട്ട് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, നിയമസഭയിൽ മത്സരിക്കുന്നതിന് വേണ്ടി പലതവണ അത് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അവിടെ നടന്ന കാര്യങ്ങൾ പോലും പുറത്തു വന്ന് പറയുന്ന ഒരു സ്ഥിതി വരെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇതൊരു CPM എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. CPMൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് താൻ പ്രവർത്തിച്ചത്. ഒരു വ്യക്തിക്ക് മത്സരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മത്സരിക്കാൻ അവകാശമുണ്ട്. അത് CPM ഭരണഘടന തന്നെയാണ്. ആ ഒരു വ്യക്തിക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. അത് അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ആദ്യം UPയിലെ സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ പേരിൽ, ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല പ്രശ്നം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ പാർട്ടിക്ക് വലിയ തോതിലുള്ള ഒരു വളർച്ചയുണ്ട്. പ്രത്യേകിച്ചും കാർഷിക സമരം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ അർഹിച്ച ഒരു പ്രാതിനിധ്യം മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഒപ്പം തന്നെ അശോക് ദാവ്ളെ, നമ്മൾ ആദ്യം മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഒരു മത്സരം വരുമ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് അശോക് ദാവ്ളയുടെ ഒരു നീക്കമാണ്, ഒരു അനുയായിയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഈ കർഷക പ്രക്ഷോഭം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതിന് ഏറ്റവും അധികം അവിടെ നിന്നുള്ള നേതാക്കളാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നതും അത് ലോകമാകെയും ശ്രദ്ധ ആകർഷിച്ച തരത്തിലേക്കൊക്കെ എത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ലോങ് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നിലവിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കൊക്കെ എത്ര പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്?
മഹാരാഷ്ട്രയിലേക്ക് ഇപ്പോൾ 2 പ്രതിനിധികളാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ളത് 2 പ്രതികളാണെന്നാണ് നമുക്ക് പോളിറ്റ് ബ്യൂറോയുടെ പട്ടിക നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്ക് നേരത്തെയുള്ള വിവരമനുസരിച്ച് 2 പ്രതികളാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതൊന്ന് അശോക് ധാവളെയാണ്. അശോക് ധാവളയെ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി, പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച വ്യക്തിയാണ്. ഇന്നലെ വൈകിട്ട് 11 മണി വരെ അദ്ദേഹത്തിൻ്റെ പേര് വളരെ സജീവമായി ഉണ്ടായിരുന്നു. അവസാനമാണ് MA ബേബി, കേരളത്തിൻ്റെ MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മാറുന്ന തീരുമാനത്തിലേക്കായി എത്തിയത്. അശോക് ധാവളയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയം ധാവളെ വലിയ തീപ്പൊരി നേതാവായിരുന്നു, SFIയുടെ നേതാവായിരുന്നു. അവർ ഇപ്പോൾ മഹിളാ അസോസിയേഷന്റെ ഭാഗമായും അംഗനവാടി വർക്കേഴ്സ് യൂണിയന്റെ ഭാഗമായൊക്കെ തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അങ്ങനെ 2 നേതാക്കന്മാരുണ്ട് എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി ഏതെങ്കിലും ഈ ഇപ്പോൾ DL കരാടിന് അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു എതിർപ്പ് ഉണ്ടാകാനുള്ള കാരണമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹവും പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ആളാണ്. ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ അശോക് ധാവളയും ഇദ്ദേഹവും തമ്മിൽ അത്ര ഒരു സ്വരച്ചേർച്ചയിൽ പോകുന്ന രീതിയില്ല. അശോക് ധാവളയുടെ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞിരുന്നു, മത്സരിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരാൾക്ക് ജനാധിപത്യ പാർട്ടിയാണ് CPM, അതുകൊണ്ട് തന്നെ പ്രതിനിധിയായി അദ്ദേഹത്തിന് വരുമ്പോൾ അതിന് മത്സരിക്കാനുള്ള അവകാശം കൃത്യമായി തന്നെ ഉണ്ട് എന്നുള്ളൊരു മറുപടിയാണ്. അതിൽ നിന്ന് തന്നെ അവരുടെ ഒരു ചെറിയ തരത്തിലുള്ളൊരു പ്രശ്നം, ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയെങ്കിലും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ MA ബേബിയുടെ കാര്യം പറയുമ്പോഴും അദ്ദേഹത്തിന് ഈ ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിക്കുമ്പോഴും ഒരു വ്യക്തമായ ഒരു മറുപടി. ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. ഇപ്പം ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. പക്ഷേ കേരളത്തിൽ 4 BB അംഗങ്ങളാണുള്ളത്. അതിനെ അപേക്ഷിച്ച് താരതമ്യേന മെമ്പർഷിപ്പ് കുറവുള്ള മഹാരാഷ്ട്രയിൽ 2 BB അംഗങ്ങളുണ്ട്.